നമസ്കാരം. താരസംഘടന അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ വിവാദങ്ങളെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് യോഗം. ഇതിൽ പൂർണ്ണമായിട്ടും കുറേ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം അത്തരം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു 28-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും എത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ എത്തിയ അംഗങ്ങളുടെ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ തീരുമാനം നിർണായകമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തവർക്കെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി ചാനൽ ചർച്ചകൾ പങ്കെടുക്കരുതെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് ശ്വേതാമേനോൻ പ്രസിഡന്റ് ഔദ്യോഗികമായി നൽകിയിരിക്കുന്നു. എന്നാലും അത് മറികടക്കാനുള്ള ചില ആളുകളുടെ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ഇന്നും കണ്ടിരുന്നു. അങ്ങനെ ആരെയും വിലക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരെയും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം 1, 2, 3 തീയതികളിൽ ഈ പരാതിയുള്ളവർ എന്ന് വെച്ചാൽ പരാതിയുള്ള നീനാക്കുറുപ്പിന് പരാതിയുണ്ട്, ടിനി ടോമിന് പരാതിയുണ്ട്, അൻസബിക്ക് പരാതിയുണ്ട്, ലക്ഷ്മിപ്രിയയ്ക്ക് പരാതിയുണ്ട്. ഈ പരാതിയുള്ളവരൊക്കെ നേരിട്ടെത്തി അവരുടെ കയ്യിലുള്ള തെളിവുകൾ സഹിതം ഹാജരാക്കി ഈ 1, 2, 3 ദിവസങ്ങൾ ഏതെങ്കിലും ദിവസങ്ങൾക്ക് തെളിവുകൾ സഹിതം ഹാജരാക്കണമെന്ന് പരാതിയുള്ളവർ നേരിട്ടെത്തണമെന്ന് കാണിച്ച് ഇപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ലെറ്റർ അയച്ചിരിക്കുന്നു. ആ ലെറ്ററിൻ്റെ കോപ്പി വരെ മാധ്യമങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഈ അന്നെത്തി പരാതികൾ നൽകണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരൊക്കെ എത്തും, എന്തൊക്കെ പരാതി നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താരസംഘടന അമ്മ എന്ന് പറയുന്നത് വലിയ സംഘടനയാണ്. ആ സംഘടനയ്ക്കുണ്ടായ ഇപ്പോഴത്തെ ഈ വിഴുപ്പലക്കൽ നിർത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ ഓഫീസിൽ യോഗം ചേർന്നിരുന്നു. അവിടെ വെച്ചാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ യോഗത്തിൽ പിഷാരടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിഷാരടിയുടെ നേതൃത്വത്തിലായിരുന്നു. മുതിർന്ന താരങ്ങളും ഈ കാര്യങ്ങളിൽ തന്നെ ഇത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ കുക്കു പരമേശ്വരനെതിരെ വലിയ ആരോപണമുണ്ടായിട്ടും കുക്കു പരമേശ്വരനെതിരെ ഒരു നടപടി എടുക്കാത്തതിൽ അതൃപ്തി അംഗങ്ങൾക്കിടയിലുണ്ട്. ഇവിടെയുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെയും അതോടൊപ്പം ഇവിടെ ഇരുന്ന ഫ്രണ്ട് ഓഫീസർ മാനേജരെയും ചേർത്ത് അവിഹിത ബന്ധമുണ്ടെന്ന് വരെ രീതിയിലേക്ക് പറഞ്ഞിരുന്നു. അത് കൃത്യമായി അതുല്യ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു, പ്രസിഡന്റ് നൽകിയ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കുക്കുവിനെതിരെ ഇതുവരെ ഒരു നടപടി എടുക്കാത്തതിൽ പ്രതിഷേധമുണ്ട്. ഈ കുക്കുവിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്തരം ആരോപണമുള്ള കുക്കുവിൻ്റെ അടുത്തേക്കാണ് ഇനിയും പരാതിയുള്ളവർ എത്തണമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നില്ല. കുക്കുവിനെതിരെയും നടപടി വേണമെന്ന് ഒരു യുവാവും ആവശ്യപ്പെടുന്നത്. അൻസബയ്ക്കെതിരെ ഉണ്ടായ ആരോപണത്തിൽ അൻസബ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വലിയ ഒരു വിവാദങ്ങളിലേക്കാണ് താരസംഘടന അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പരസ്പരമുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെതിരെയാണ് നടപടി വേണമെന്ന നിലയിലേക്ക് താരസംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ വരെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം കേൾക്കും. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ്. ഇതിൽ നിർണായകമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം.